നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയൊട്ടാകെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയ്ക്കെതിരെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചന കേസ് നൽകിയത്. 27 വർഷം നീണ്ടുനിന്ന ദാമ്പത്യം അവസാനിപ്പിക്കാനായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംഗീത കോടതിയെ സമീപിച്ചത്. വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഗീത ഹർജിയിൽ ആരോപിച്ചിരുന്നു. വിജയ് ആരാധകരെ വരെ നിരാശയിലാഴ്ത്തിയ സംഭവമായിരുന്നു ഇത്. ഇപ്പോഴത്തെ ചെങ്കൽപ്പേട്ട് മഹിളാ കോടതിയിൽ വിജയ്ക്കെതിരെ ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന ഹർജി ഓഗസ്റ്റ് 7 മാറ്റി. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഇരുവരും ഹാജരായിരുന്നില്ല. വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോടതി അനുമതി നൽകിയിട്ടില്ല. ഇരുവരുടെയും ഇമെയിൽ ID അടക്കം രേഖകൾ നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. നിശ്ചിത രൂപത്തിൽ വക്കാലത്ത് നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് സംഗീതയുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. വിജയും സംഗീതയും വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചതായി ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും അത്തരം കാര്യങ്ങളെന്ന് ജഡ്ജിക്ക് മുന്നിൽ പരാമർശിച്ചതായി വിവരമില്ല. 26 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കാൻ അനുമതി തേടി ഫെബ്രുവരിയിലാണ് സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. 2021 മുതൽ വിജയ്ക്ക് ഒരു സഹനടിയുമായി ബന്ധമുണ്ടെന്ന ഗുരുതര ആരോപണങ്ങൾ ഹർജിയിലുണ്ടായിരുന്നു. വിജയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണ ചടങ്ങുകളിലോ മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിലോ സംഗീതയോ മക്കളോ പങ്കെടുക്കാതിരുന്നതും നടി തൃഷയുമായി ബന്ധപ്പെടുത്തി വന്ന ഗോസിപ്പുകളും വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. നേരത്തെ ഇരുവരും തമ്മിൽ രമ്യതയിലെത്താൻ വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖറിന്റെ ഇടപെടൽ ഉണ്ടായതായി വാർത്തകൾ വന്നിരുന്നു. പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എങ്കിലും ഇരുപക്ഷത്തു നിന്നും ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. സംഗീതയും വിജയും തമ്മിലുള്ള വിവാഹമോചന ഹർജി കോടതിയിലാണ്. സംഗീത ഉന്നയിച്ച ആരോപണങ്ങൾ വിജയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വ്യാപകമായി പ്രചരിച്ചു. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഇടപെട്ട് വിജയ്ക്കും സംഗീതയ്ക്കും ഇടയിലുള്ള പ്രശ്നം പരിഹരിച്ചെന്നും വിജയുടെ പിറന്നാൾ ദിനത്തിൽ ഇരുവരും വീണ്ടും ഒരുമിക്കുമെന്ന കാര്യം അറിയിക്കുമെന്നുമാണ് വാർത്ത. എന്നാൽ ഈ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം തൃഷയുമായുള്ള ബന്ധം വിജയ് ഏറെക്കുറെ പരസ്യമാക്കി കഴിഞ്ഞു. വിജയ് തന്റെ ജീവിത പങ്കാളിയാണെന്ന ആത്മവിശ്വാസത്തിൽ തന്നെ തൃഷ സൂചിപ്പിക്കുന്നുണ്ട്. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ എത്തി. ശോഭ ചന്ദ്രശേഖരനെ തൃഷ അന്ന് ആലിംഗനം ചെയ്യുകയും ചെയ്തു. തൃഷ വിജയ് വിവാഹം ഉടനെ ഉണ്ടാകുമെന്നാണ് അന്ന് വന്ന അഭ്യൂഹങ്ങൾ. ഇതിനുശേഷമാണ് പുതിയ അഭ്യൂഹം. ഇമേജ് തിരിച്ചുപിടിക്കാൻ വേണ്ടി വിജയുടെ PR ടീമുകൾ പ്രചരിപ്പിക്കുന്ന വാർത്തയാണിതെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരീക്ഷണം. സംഗീതയും വിജയും ഇനി ഒരുമിക്കാനേ സാധ്യതയില്ല എന്ന് ഇവർ പറയുന്നു. ജൂൺ 22 വിജയുടെ പിറന്നാൾ ദിനമാണ്. അന്ന് ഇക്കാര്യത്തിൽ വ്യക്തത വന്നേക്കും. ഒരുപക്ഷെ നിയമപരമായി ഡിവോഴ്സിന് നീങ്ങാതെ സെറ്റിൽമെന്റിന് സംഗീത തയ്യാറായിരിക്കാമെന്നും വാദമുണ്ട്. കോടതി നടപടിക്രമങ്ങൾക്ക് നാളുകൾ എടുക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പിന്മാറുന്നത്. അതേസമയം വിജയുടെ പേര് മോശമാകാതിരിക്കാൻ വേണ്ടി അമ്മ ഇടപെട്ട വിവാഹമോചനത്തിൽ നിന്നും പിന്മാറ്റിച്ചു എന്ന് ഇക്കാര്യത്തെ വ്യാഖ്യാനിച്ചതാകാനും ഇടയുണ്ട്. സംയമനത്തിനും വിജയും തൃഷയും തയ്യാറാകുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന വാദമുണ്ട്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ ഇത്രമാത്രം വഷളാക്കില്ലായിരുന്നു. സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ പുറത്തുവിട്ടതിന് പിന്നാലെ വിജയ് ചെയ്തത് തൃഷയ്ക്കൊപ്പം പൊതുവിടങ്ങളിൽ എത്തുക എന്നതാണ്. അതുവരെ രഹസ്യമായിരുന്ന ബന്ധം പരസ്യമാക്കിയ നീക്കമായാണ് ഇത് പലരും കണ്ടത്. നടിയുമായുള്ള ബന്ധത്തിൽ പിന്മാറാമെന്ന് വിജയ് പറഞ്ഞിട്ടും അതുണ്ടായില്ല. സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നുമുണ്ട്. ഇനി വിജയുമായി ഒന്നിക്കാൻ സംഗീത താല്പര്യപ്പെടാനും സാധ്യതയില്ല. നിരാലംബയായ താരപത്നിയല്ല സംഗീത. ലണ്ടനിലെ ധനിക കുടുംബമാണ് സംഗീതയുടേത്. നിലവിൽ സംഗീത ലണ്ടനിലാണുള്ളതെന്നാണ് വിവരം. വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വിജയ് ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. വിജയെയും സംഗീതയും ഒരുമിപ്പിക്കാൻ അമ്മ ശോഭ ചന്ദ്രശേഖർ കഴിയില്ലെന്ന വാദവും പ്രസക്തമാണ്. മാതാപിതാക്കൾക്ക് ഇത് വിജയുടെ തീരുമാനങ്ങളിൽ വലിയ സ്വാധീനമില്ല. അതിനിടെ നടി തൃഷ വിവാഹിതയായെന്ന തരത്തിലും പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പരിപാടിക്കിടെ തൃഷ എത്തിയപ്പോൾ കഴുത്തിൽ താലിമാലയും കയ്യിൽ എൻഗേജ്മെന്റ് മോതിരവും ഉണ്ടായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ളതെന്നാണ് ആരാധകർ പറയുന്നത്. തൃഷ ധരിച്ചിരിക്കുന്നത് താലിയല്ല എന്നും അത്തരത്തിലുള്ള ഒരു ലോക്കറ്റ് മാത്രമാണെന്നും ആരാധകർ പറയുന്നുണ്ട്. എന്തായാലും ഈ അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതേസമയം വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് വിജയുടെയും സംഗീതയുടെയും ഫാൻ പേജുകളിൽ പ്രചരിക്കുന്ന ചില സ്ക്രീൻഷോട്ടുകളാണ്. സംഗീതയുടെ അടുത്ത ബന്ധുക്കളിൽ ഒരാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്ന
പേരിലാണ് ഈ സന്ദേശങ്ങൾ വൈറലാകുന്നത്. വിജയുടെ ഈ രാഷ്ട്രീയ വിജയത്തെക്കുറിച്ച് സംഗീതയുടെ പ്രതികരണം എന്താണെന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്റെ കർത്തവ്യം ചെയ്യട്ടെ എന്ന അർത്ഥത്തിൽ അവർ മറുപടി നൽകിയതായി ഫാൻ പേജുകൾ അവകാശപ്പെടുന്നു. അതേസമയം സംഗീതയും മക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതിനെക്കുറിച്ചും ആ സന്ദേശങ്ങളിൽ പരാമർശങ്ങളുണ്ട്. ഈ ചടങ്ങിലേക്ക് അവർക്ക് ക്ഷണമേ ലഭിച്ചിരുന്നില്ല എന്നാണ് ആ ഫാൻ പേജ് അഡ്മിൻ വെളിപ്പെടുത്തുന്നത്. ഈ വിവരങ്ങൾ എത്രത്തോളം വാസ്തവമാണെന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. സംഗീതയോ മക്കളോ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. എന്നിരുന്നാലും വലിയൊരു വിഭാഗം ആരാധകരും പൊതുജനങ്ങളും വിശ്വസിക്കുന്നത് സംഗീതയ്ക്ക് ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് വേദിയിലെ സീറ്റിംഗ് ക്രമീകരണമാണ്. വിജയുടെ കുടുംബത്തിന് വേണ്ടി മുൻനിരയിൽ സീറ്റുകൾ മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ചടങ്ങിൽ അവ ഒഴിഞ്ഞുകിടക്കുമായിരുന്നു. എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിലോ ഫോട്ടോകളിലോ അത്തരത്തിൽ ഒഴിച്ചിട്ട സീറ്റുകൾ കാണാൻ സാധിച്ചില്ല എന്നത് സംശയങ്ങൾക്ക് ബലം നൽകുന്നത് തന്നെയായിരുന്നു. കുടുംബത്തിനുള്ളിലെ അതൃപ്തികളെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം മകൻ ജേസൺ സഞ്ജയ്ക്ക് വിജയോട് കടുത്ത ദേഷ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തങ്ങളുടെ അമ്മ സംഗീത നേരിട്ട അനീതിയിൽ മകൻ അതീവ അസ്വസ്ഥനാണെന്നും അച്ഛന്റെ പേര് തന്റെ ഔദ്യോഗിക പേരിൽ നിന്ന് സഞ്ജയ് നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും വരെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു പിതാവിന്റെ വലിയ രാഷ്ട്രീയ നേട്ടത്തിൽ പോലും പങ്കുചേരാൻ മകൻ തയ്യാറാകാത്തത് ഈ ബന്ധത്തിലെ വിള്ളലുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് തെളിയിക്കുന്നു. മകൾ ദിവ്യയുടെ കാര്യത്തിൽ ആ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണെന്ന് വിജയ ആരാധകർ വിശ്വസിക്കുന്നു. അച്ഛനോടുള്ള സ്നേഹം അവർക്കുണ്ടെന്നും എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നും അവർ വാദിക്കുന്നുണ്ട്. ദിവ്യയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പല വ്യാജ അക്കൗണ്ടുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അച്ഛന്റെ വിജയത്തിൽ അഭിമാനിക്കുന്നതായും അച്ഛനോടുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നതായും ഉള്ള പോസ്റ്റുകൾ ഈ അക്കൗണ്ടുകളിൽ വരുന്നുണ്ട്. എന്നാൽ ഈ പോസ്റ്റുകൾ മകൾ തന്നെ ചെയ്യുന്നതാണോ അതോ ആരാധകർ നിർമ്മിച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇത്തരം പ്രവൃത്തികൾ വിജയുടെ കുടുംബ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ സഹായിക്കുന്നില്ല എന്നതാണ് സത്യം. കുടുംബം നേരിട്ട അനീതിയെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തയ്ക്ക് മുന്നിൽ രാഷ്ട്രീയമായ ഈ വിജയം പോലും ചെറുതായി പോകുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. തമിഴകത്തെ ഹിറ്റ് ജോഡിയായിരുന്നു വിജയും തൃഷയും. ഒരേ കാലഘട്ടത്തിലാണ് ഇരുവരും താരപദവിയിലേക്ക് വരുന്നത്. അന്നും ഗോസിപ്പുകൾ വന്നിരുന്നു. 2004 ഗില്ലി എന്ന സിനിമയിലാണ് ഇവർ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത്. 2008 കുരുവി എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ ഒരുമിച്ച് കുറെ കാലം സിനിമകൾ ചെയ്തിട്ടില്ല. സംഗീതയുടെയും വിജയുടെയും പിതാവ് S.A. ചന്ദ്രശേഖറിന്റെയും എതിർപ്പാണ് ഇതിന് കാരണമെന്നായിരുന്നു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. വിജയും തൃഷയും വിവാഹിതരാകുമെന്ന അഭ്യൂഹങ്ങൾ കൂടുകയാണ്. ഒരുപാട് മറച്ചുവെക്കാൻ താരങ്ങൾക്ക് ഇന്ന് താല്പര്യമില്ല, പ്രത്യേകിച്ചും തൃഷയ്ക്ക്. തെരഞ്ഞെടുപ്പ് വിജയം പോലും വിജയ് തനിക്ക് തന്ന സമ്മാനമായാണ് തൃഷ കാണുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായുള്ള വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ എത്തുകയും ചെയ്തിരുന്നു. പൊതുവെ ഗോസിപ്പുകളെ അവഗണിക്കുന്നയാളാണ് വിജയ്. ഗില്ലി എന്ന സിനിമയിലാണ് ആദ്യമായി തൃഷയ്ക്കൊപ്പം വിജയ് അഭിനയിക്കുന്നത്. 4 സിനിമകളിൽ ഇവർ ഒരുമിച്ച് അക്കാലത്ത് അഭിനയിച്ചു. കുടുംബത്തിന്റെ എതിർപ്പ് കാരണമാണ് വിജയ് തൃഷയ്ക്കൊപ്പം അഭിനയിക്കുന്നത് നിർത്തിയത്. 15 വർഷങ്ങൾക്ക് ശേഷം ലിയോ എന്ന സിനിമയിൽ ഇവർ വീണ്ടും ഒരുമിച്ച് അഭിനയിച്ചു. ഈ വിവാദങ്ങൾക്കിടയിലും വിജയ് തന്റെ രാഷ്ട്രീയ കർത്തവ്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. എന്നാൽ വ്യക്തിജീവിതത്തിലെ ഈ തകർച്ചകൾ അദ്ദേഹത്തിന്റെ ആരാധകരെയും ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. തൃഷയുടെ സാന്നിധ്യവും അത് സൃഷ്ടിച്ച വിവാദങ്ങളും കുടുംബത്തിന്റെ അസാന്നിധ്യവും ചേർന്ന് വലിയൊരു നാടകീയതയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നൽകിയത്. വിജയ് എന്ന നടനിൽ നിന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സ്വന്തം കുടുംബത്തെ ഒപ്പം നിർത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടെന്ന ചോദ്യം ഇനിയും ഉത്തരം ലഭിക്കാതെ അവശേഷിക്കുകയാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.